എല്ലാ കാര്യങ്ങളിലും കോടതി തന്നെ ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വല്ല റോളുമുണ്ട്. ശബരിമലയിൽ സർക്കാരിനും റോളില്ല, ദേവസ്വത്തിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂവ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എങ്ങനെ ക്യൂ നിൽക്കണം എന്ന് പറയും. ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ മേൽനോട്ട അവകാശം മാത്രമേ കോടതിക്കുള്ളൂ. വക്കീൽമാരായിട്ടുള്ളവർക്കറിയാം. മേൽനോട്ടം ഓഡിറ്റിംഗ് അധികാരം, ദേവസ്വത്തിന് കൊടുക്കുന്ന ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കമ്മീഷണർ നിയമിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ നിയമിക്കാൻ സർക്കാർ ഇപ്പോൾ ഒരു പാനൽ കൊടുക്കണം ഹൈക്കോടതി. കൊച്ചിയിലത് വേണ്ട, മലബാറിലും അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്താണ് 3 പ്രധാന ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂറിന് മാത്രം എന്താ ഒത്തിരിയേറെ തീരുമാനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാവരും കോടതിയോട് ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ടുള്ള ഇടപെടൽ വേണമെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട. നിയമസഭയിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. നിയമസഭയിൽ നമുക്ക് ആരും പഠിക്കേണ്ടത് പുറത്ത് പറയുമ്പോഴാണല്ലോ കോട്ടലക്ഷ്യം വരിക. കോട്ടലക്ഷ്യം എന്ന് പറയുന്നത് കോടതിയുടെ വിധിയെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ജഡ്ജിമാരെ വിമർശിക്കാൻ പാടില്ല.